ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് പള്ളിയുടെ വിശേഷങ്ങളും വഞ്ചിപ്പേട്ടും കേട്ടാലോ. ത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 2018 എ ബാച്ചിലേക്ക് മാറിയൊരു പള്ളിയോടം. അതിനു മുന്നേ 3 തലമുറ പള്ളിയോടങ്ങളുണ്ട്. ലാസ്റ്റ് നമ്മൾ ബി ബാച്ച് ആയിരുന്നു. അതിൽ നിന്ന് കരക്കാർക്ക് എ ബാച്ചിലേക്ക് പോകണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ എ ബാച്ചിലേക്ക് മാറി. 2018 നീരണിഞ്ഞ ഈ പള്ളിയോടം ആറന്മുളയിലെ ഏറ്റവും അമരപ്പൊക്കമുള്ള പള്ളിയോടങ്ങളിൽ ഒന്നാണ്. ഒരാശാരി അപ്പുറം ആറിനക്കരെ ഇക്കരയുമായിട്ട് പണി കഴിപ്പിച്ച വള്ളങ്ങളിൽ ഒന്നാണിത്. ഒരു തച്ചൻ ആറിനക്കരെ ഇക്കരെ 2008 ഗാനഗന്ധർ KJ യേശുദാസ് നീരണിയിച്ച പള്ളിയോടം. നിലവിലത്തെ ഏറ്റവും അമരപ്പൊക്കമുള്ള പള്ളിയോടം. ഇതാണ് കീഴരയുടെ പ്രത്യേകത. തെച്ചിക്കോട് രാമേന്ദ്രൻ കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും അമരപ്പൊക്കമുള്ള ഒരു പള്ളിയോടം ചുണ്ടം വള്ളം എന്ന് പറയുന്നത് കീഴര പള്ളിയോടം. ആറന്മുള അല്ല, ലോകത്തിന് പള്ളിയോടങ്ങളിൽ അതിൽ ചുണ്ടൻ വള്ളങ്ങളിൽ ഇത്ര അമരപ്പൊക്കം ഇല്ല. ഇത് നിലയിൽ 20 അടി അമരപ്പൊക്കമാണ്. ചേട്ടാ, വ്യത്യാസമില്ലേ? ഇത് എ ബാച്ചിൽ പെടുന്ന പള്ളിയോടം. അല്ല, അതിലെന്താ വ്യത്യാസം വരുന്നത്? നീളവും അതിന്റെ ഉടമയെന്ന് പറയും. നീളം ഇതിപ്പോ 47 നീളവും 64 അംഗലവും ഉടമയുമാണ്. ഉടമേന്റെ ഉൾഭാഗം എന്ന് പറയും. പിന്നെ അമരപ്പൊക്കം. ബി ബാച്ചിലേക്ക് വരുമ്പോൾ ഈ 47 എന്നുള്ളത് 40, അങ്ങനെ അതിന്റെ ദൂരം നീളം വ്യത്യാസം വരും. അതാണ് എയും ബിയും തമ്മിലുള്ള അമരപ്പൊക്കം വരും. ബി ബാച്ചിൽ മാക്സിമം നമുക്കൊരു 16 അടി 15 അടി ഒക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ പഴയ ബി ബാച്ച് ആയിരുന്നു. ബി ബാച്ച് റാന്നിക്ക് കൊടുത്തിട്ട് ഇത് ആക്ച്വലി 4ാമത്തെ വള്ളമാണ്. കാലഘട്ടം പിറകോട്ട് ആറന്മുള വള്ളസദ്യ തുടങ്ങുന്ന കാലം മുതലേ വള്ളമുണ്ട്. എന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന ഒരു വള്ളം തിരുവമ്മണ്ടൂരിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അത് ആറാട്ടുപുഴ എന്ന് പറയുന്ന കരയ്ക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങള് പുതിയൊരു വള്ളം 86 ബി ബാച്ചിൽ പണിതു. അത് ലാസ്റ്റ് റാന്നി എന്ന് പറഞ്ഞ കരയ്ക്ക് കൈമാറിയതിനു ശേഷം 2008 കീഴകര പള്ളിയോടം എ ബാച്ചിലേക്ക് മാറി. 28-29 പള്ളിയോടങ്ങളുണ്ട്. ബാക്കി 17 പള്ളിയോടങ്ങള് ബി ബാച്ച്. നമ്മള് വള്ളത്തേല് 5 അടനയമ്പുകാരാണ്, അല്ല 4 അടനയമ്പുകാരാണ് ഉള്ളത്. 4 നിലവിലുള്ളത്. 5ഉം 6ഉം നമ്മൾ ഉപയോഗിക്കുന്നതിന് ആറ്റിന്റെ ഗതി, കാറ്റ് കൂള് വരുമ്പോഴോ ഒഴുക്കിന്റെ വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ 5ഉം 6ഉം നയമ്പുകൾ ഉപയോഗിക്കും. 4 നയമ്പെന്ന് പറയുന്നത് അവര് വള്ളത്തിനെ ശരിക്കും നിയന്ത്രിക്കുന്ന ഒരു യന്ത്രമെന്നാണ്. നമ്മള് ഇപ്പൊ വണ്ടിയുടെ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് വള്ളം ഏത് ഡയറക്ഷനിൽ പോകണം, ഏത് ദിശയിലേക്ക് പോകണം, എങ്ങോട്ട് തിരിയണം എന്നുള്ളത് ഇവരാണ് തീരുമാനം. ഏറ്റവും ബാക്കിൽ ഇത് 4 നമ്പരം. ഇത് 4. അപ്പൊ 4 എന്ന് പറയുമ്പോൾ നീളത്തിന് വ്യത്യാസമുണ്ട്. 4 കഴിഞ്ഞ് 3 ഏറ്റവും ഫ്രണ്ട് വശം. ഇത് 3 ചെറിയ വ്യത്യാസം വരും. മുന്നേ രണ്ടാമത് വരും 3. ഇത് 2ാം നയം എന്ന് പറയുമ്പോൾ അതിനെക്കാൾ 20 നീളം. അവിടെ നിങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ ഹൈറ്റ് വേരിയേഷൻ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ 2ാം നയമ്പിന് 3ാം നയമ്പിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇത് 2ാം നയം. ഇത് ഇതാണ് ഏറ്റവും അമ്പലത്തിന്റെ ഭാഗത്ത് എന്താ പറയാ, ഇത് ഇട്ടേക്കുന്നുണ്ട്. അടനയമ്പുകാരെന്ന് പറഞ്ഞ വള്ളത്തിന്റെ മെയിൻ 5 എന്ന് പറയുന്നത് 5ഉം 6ഉം അവിടെ ഉണ്ട്. നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം 5ഉം 6ഉം നയമ്പുകളുണ്ട്. 1, 2, 3, 4 മെയിൻ നയം. മത്സരവള്ളങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ നെഹ്റു ട്രോഫി കളിക്കുന്ന വള്ളങ്ങൾക്ക് ഇതിനകത്ത് വെയിറ്റ് ഇല്ല. അത് കൂടിയാണ് 2 കിലോ 3 കിലോ. ഈ നയം ഏകദേശം 7 കിലോ വെയിറ്റ് വരും നയം. അതിന് വേരിയേഷനാണ്. ഇപ്പൊ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. ട്രോഫി നമ്മൾ വിചാരിക്കും ഇങ്ങനെ എടുത്ത് കുത്തി കറക്കി എറിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് വെയിറ്റ് ഉള്ള, പക്ഷെ അത് വെയിറ്റ്ലെസ് ആണ്. ഒരു 3 കിലോയ്ക്ക് ഉള്ള ഒരു നയമ്പില്ല. ഇതിന് ഒരു നയമ്പില്ല. ഈ ഒരു നയമ്പിൽ ഒരു 9-10 കിലോ. ഇതെടുത്തിട്ട് പ്രയോഗിക്കാൻ പറയുന്ന വെച്ചിട്ട് കഠിനമായ 5 നിൽക്കുന്ന 6 ഒക്കെ നയമ്പ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നിർത്തും. ചില കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ പണി. ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ പുതിയ പണിത നയമ്പുകളൊക്കെ ആഞ്ഞിലി. ഇത് ആഞ്ഞിലിയാണ്. വള്ളം പുള്ളിയോടെ ഫുള്ള് ആഞ്ഞിലിയാണ്. ഇതും ഈ അടനയമ്പ് ഫുള്ളും ആഞ്ഞിലിയാണ്. തുഴനയമ്പ് മാത്രം പനയെന്ന്
ഈ അഞ്ചാം നയം മാത്രമേ ഉള്ളൂ കപ്പി കുത്തുന്നത്. അത് ഈസി നയമ്പോൾ നമ്മളൊരു സ്റ്റെപ്പിനെ പോലെ എന്ന് പറയുന്നത് സ്റ്റെപ്പിന് വെച്ചേക്കുന്ന നയം എല്ലാ നയമ്പോഴും നമ്മൾ കൊണ്ടുപോയി. അത് കഴിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഈ മുന്നിൽ നിൽക്കുന്ന പോലെ വള്ളം പുറയിലാന്ന് കണ്ടു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ അതിന്റെ ദിശ പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ ഒഴുക്ക് തള്ളലായിരിക്കും. ആ തള്ളൽ വരുമ്പോൾ വള്ളം ചില സൈഡിലേക്ക് എടുത്തു പോകുന്ന സമയത്ത് ഈ നയമ്പോളാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്നും രണ്ടും കാറ്റ് തീർച്ചയായും മഴയൊക്കെ വരുന്ന സമയത്ത് അറുന്നയമ്പുകാര് കാര്യമായിട്ട് ശ്രദ്ധിച്ചു നിൽക്കേണ്ട ഒരു സമയമാണ്. മഴ ഒഴുക്കിന്റെ വേരിയേഷൻ, ഒഴുക്ക് കൂടുതലുള്ള ഏരിയകൾ, അതുപോലെ പാലങ്ങളൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇങ്ങനെ നേരെ പോകുന്ന ഒരു നദി ചില മാറ്റങ്ങൾ, ഒഴുക്കുകൾ വരും, ചുഴികളുള്ള ഏരിയകളൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ അടനയമ്പുകാർക്ക് പ്രത്യേക ഒരു ശ്രദ്ധ അതിൽ കൊടുക്കണം. അഴയമ്പാരത് നിയന്ത്രിക്കുന്നു. വണ്ടി ഓടിച്ച് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അടനയമ്പ് എന്ന് പറയുന്നത് പിടിച്ചാൽ വെള്ളം പൂത്തില്ല. ഒരു മുറുക്കി കഴിഞ്ഞാൽ വള്ളം പൂത്തില്ല. അടനയമാണ് അതിന്റെ സ്റ്റിയറിംഗ്. അവരാണ് അതിന്റെ വള്ളം ചവിട്ടി എത്ര പേര്, ഇത്ര 100 പേര് തുടരുന്നു പറഞ്ഞാൽ ശരി വള്ളം പൂത്തില്ല. ഇവരുടെ കയ്യില സ്റ്റിയർ ഇരിക്കില്ല. അടനയമ്പ് 4 ഭേദങ്ങൾ എന്ന രീതിയിലും പറയും. വള്ളം 64 അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. 64 കലകളെന്നാണ് പറയുന്നത്. അതിനകത്ത് 4 ഭേദങ്ങളാണ് ഈ അടനയമ്പുകാരെന്ന് പറയുന്നത്. അവരാ നിയന്ത്രിക്കുന്നത്. 14 കലകൾ അടങ്ങുന്ന ഒരു ദൃശ്യവിരുന്നാണ് വള്ളം. അതിന് 4 ഭേദങ്ങളെന്ന് പറഞ്ഞ ഈ അടനയമ്പുകാർ ആ രീതിയിൽ ദൈവികമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. ഭയങ്കര പൈതൽ ചന്ദ്രചൂടൻ ഭഗവാന്റെ സൂദന ഭയങ്കര പൈതൽ ചന്ദ്രചൂട ഭഗവാന്റെ സൂദന ഭയങ്കര ഭഗവൻ സന്നിധി തന്നിൽ ഭഗവൻ സന്നിധി ഭഗവൻ
ശീതിയിലാരുമില്ല അറിയ
തന്നു കഴിഞ്ഞ് പോവാം. ഇതിന് ശേഷം പിന്നെ വള്ളക്കാർ 10-11 ആകുമ്പോഴത്തേക്ക് എല്ലാം കടയിൽ വന്ന് ബാക്കിയുള്ള ആൾക്കാർ വെള്ളവും ഒരുക്കിയൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇതുപോലെ എതിരേറ്റുകൊണ്ട് പോകണം. സദ്യ നടക്കണം, സദ്യയിൽ എത്തണം, എത്തിക്കഴിഞ്ഞ് സദ്യ വിളമ്പണം. അത് കഴിഞ്ഞ് തിരിച്ച് പളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവിടണം. അപ്പോഴത്തേക്ക് ഒരു ദിവസമാകും, 4 മണിയാകും. രാവിലെ നമ്മൾ 7 മണിക്ക് തുടങ്ങിയാൽ 4 മണി എല്ലാം കിടക്കുന്ന എല്ലാ ഏപാഴ്ച നമ്മുടെ എല്ലാ ഏപാഴ്ച അമരത്തിൻ്റെ വ്യത്യാസമുണ്ടോ, നീളമുണ്ടാവും. ഇത് ഈ തോണി പണിയാൻ വേണ്ടിയുള്ള ഫണ്ടൊക്കെ എങ്ങനെയാണ്? അത് ഓരോ കരകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ വള്ളമുള്ളത് NSSൻ്റെ ഉടമസ്ഥാവകാശമാണ്. പിന്നുള്ളത് ഹൈന്ദവ സമിതിയാണ്. പിന്നുള്ള ചാക്കന്മാർ മഹാസഭ. ഈ 3 സംഘടനകളിലാണ് ഏറ്റവും കൂടുതലുള്ളത് NSSൻ്റെ അണ്ടറിൽ. പിന്നുള്ളത് മറ്റ് 2 ഹിന്ദു സംഘടനകൾ. അതായത് കരകളിലെ പ്രദേശങ്ങളിലെ ആൾക്കാരെ ഫണ്ട് കണ്ടെത്തുക. ഇപ്പോൾ ഒരു വള്ളം പണിയാണ് 80 ലക്ഷം രൂപ, 1 കോടിയാണ്. 80 to 1 കോടി. ഞങ്ങളൊക്കെ പണിയുമ്പോൾ 10 കൊല്ലം മുമ്പ് 16 ലക്ഷം രൂപയ്ക്ക് വിശ്വാസ് വന്ന് നീരണിച്ചതിന് അത്രയും ചിലവായിട്ടും 17 രൂപ. ഇപ്പോൾ ആ സ്ഥാനത്ത് 60 to 80 ലക്ഷം ഒരു വള്ളം പണിയാണ്. ഒരു വീട് പണിയുന്നതിന് വള്ളം പണിയാണ്. എയും ബിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പണിക്കൂലിയിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പണിക്കൂലി നീളത്തിൽ ചെറിയ, എന്നാലും ഈ പറഞ്ഞ എമൗണ്ടൊക്കെ ആവും. ഒരു കോടിയെന്ന് പ്രതീക്ഷിച്ചു. മറ്റ് ചിലവുമല്ല. സ്റ്റാറൊക്കെ ഇറക്കാൻ വരുന്നെങ്കിൽ, സിനിമാ താരങ്ങളൊക്കെ വരുന്നെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് 1 കോടി എന്ന് പറയും. ഒരു വീട് പണിയുന്നതിന് അത്രയും ചിലപ്പോൾ ആവില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് ഞങ്ങളെ സമ്മതിക്കണം. Yeah.